ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പ്രോപ്പർ കാക്കനാടാണ്. മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയും കൂടിയാണ്. ഇവിടെ നിന്ന് നമുക്ക് കാക്കനാട് കളക്ട്രേറ്റിലേക്ക് 1.5 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ഭാരത് മാതാ കോളേജിലേക്കും 1.5 കിലോമീറ്റർ തന്നെയാണ്. നൈപുണ്യ സ്കൂളിലേക്ക് 1 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ഇൻഫോ പാർക്ക് വളരെ അടുത്ത് തന്നെയാണ്. അപ്പോൾ പ്രോപ്പർ കാക്കനാടുള്ളൊരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയുടെ അകത്ത് 4ഓളം പണി പൂർത്തിയായിട്ടുള്ള വീടുകളുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. മെയിൻ റോഡ് ഫ്രണ്ടേജ് ആണെന്ന് പറഞ്ഞു. 5 മീറ്റർ വൈഡ് റോഡ് ഇതിന് വരുന്നുണ്ട്. 2 സൈഡിലും ഡ്രൈനേജ് കൊടുത്തിട്ടുണ്ട്. ഒരു കൊളോണിയൽ ഡിസൈനിലാണ് വീടുകളെല്ലാം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മേലെ റൂഫ് കൊടുത്തിട്ടുണ്ട്, അതും ടൈലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് ഓട്ടോമേഷനാണ്. 360 ഡിഗ്രി ക്യാമറയും വരുന്നുണ്ട്. ഒട്ടനവധി ഫീച്ചേഴ്സ് ഉണ്ട് ഈ വില്ലയ്ക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് നമ്മുടെ വില്ല വന്നുള്ളത്. നേരെ നമ്മൾ അകത്തേക്ക് വരികയാണ്. ഫസ്റ്റ് റൈറ്റ് സൈഡിലുള്ള വീട് തന്നെ നമുക്ക് കാണാം. ഇവിടെ സെറ്റ് ബാക്ക് കറക്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ധാരാളം സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ടൈല് കൊടുത്തിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റോറേജ് സ്പേസ് വരുന്നത്. വാട്ടർ സ്റ്റോറേജ് സ്പേസ് ആണ്. KW വാട്ടറിൻ്റെ സ്റ്റോറേജ് സ്പേസ് ആണ്. ഇവിടെ നിന്ന് നമുക്ക് മേലേക്ക് ലിഫ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയും സ്പേസ് നമുക്ക് ധാരാളം കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു പവർ പോയിൻ്റ് വരുന്നുണ്ട്, പമ്പ് വരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ധാരാളം പ്ലാന്റ്സുകളും കൊടുത്തിട്ടുണ്ട്. ഫെൻസിങ് ഒക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുമുണ്ട്. ആൻറ്റിക് കളറിലുള്ളൊരു ലൈറ്റുകളാണ് ഇതിന് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നല്ല സ്പേസ് നമുക്ക് ഫ്രണ്ടിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു വാഹനം പാർക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് പോർച്ചിലും ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഭംഗിയായിട്ട് പ്ലാന്റ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫെൻസിങ് തന്നെ കൊടുത്തിരിക്കുന്നത് പെബിളും മെറ്റലും നിറയ്ക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് വെർട്ടിക്കൽ ഗാർഡനൊക്കെ ഇവിടെ ചെയ്യാവുന്നതാണ്. ചെയ്തിരിക്കുന്ന ഗ്ലാസ്സാണ് മേലെ കൊടുത്തിരിക്കുന്നത്. വലിയൊരു വാഹനം പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് സ്പേസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ ബാക്ക് സൈഡിലേക്ക് വരികയാണ്. നടക്കാനുള്ള സ്പേസ്, ചുറ്റും നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ലാഡർ വന്നിരിക്കുന്നത് ഏറ്റവും ടോപ്പിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. അവിടെ റൂഫ് ചെയ്തിരിക്കുകയാണ്. ടാങ്കും കാര്യങ്ങളൊക്കെ മേലാണ് വന്നിരിക്കുന്നത്. കാരണം ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ചുറ്റും നടന്ന് നമുക്ക് ഫ്രണ്ടിലേക്ക് വരാവുന്നതാണ്. കിച്ചനാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത്. പവർ പോയിൻ്റ് എന്തെങ്കിലും നമുക്ക് ബാക്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ്. മൊത്തം നമ്മൾ വീടൊന്ന് പ്രദക്ഷിണം ചെയ്തു. നേരെ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കയറുവാണ്. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് നോർത്തിലേക്കാണ്, വടക്കോട്ടാണ്. നാനോ ടൈലാണ് താഴെ കൊടുത്തിരിക്കുന്നത്. സ്റ്റീലിൻ്റെ ഡോറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഒരു വുഡിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ലെൻസ് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ലോക്കും കൊടുത്തിട്ടുണ്ട്. കയറി വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയുള്ള ഒരു ലിവിങ് സ്പേസ്. ധാരാളം പവർ പോയിന്റുകളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫാൻ വരുന്നുണ്ട്. ഫാൻ സീലിംഗിൽ വാം ലൈറ്റ് തന്നെയാണ് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത്. സി ടൈപ്പിൽ നമുക്ക് സോഫ സെറ്റുകൾ ഇടാവുന്നതാണ്. ടീപ്പ് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് നമുക്ക് TV വയ്ക്കാനുള്ള ഒരു സ്പേസ് കിട്ടിയിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ടിൽ ഫൈബർ ലാമിനേഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഗർജൻ പ്ലൈവുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. താഴെ സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. കയറി വരുന്ന റൈറ്റ് സൈഡിലായിട്ട് നല്ലൊരു പാർട്ടീഷനും കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തൊക്കെ ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ നമുക്ക് വയ്ക്കാവുന്നതാണ്. നല്ല ക്വാളിറ്റിയുള്ള BLDC ഫാനും ഒക്കെ വരുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും AC വയ്ക്കാനുള്ള ഒരു പ്രൊവിഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുമുണ്ട്. നേരെ ഡൈനിങ്ങിലേക്ക് വരാം. സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ്. ഡൈനിങ് ഏരിയയിൽ ഒരു വാള് ഭംഗിയായിട്ട് കളർ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ 3 ഫേസ് ലൈനുമാണ് വന്നുള്ളത്. കയറി വരുന്ന എൻട്രൻസിൽ നിന്നും റൈറ്റ് സൈഡിലായിട്ട് സ്റ്റെയറിനകത്തായിട്ടാണ് വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരെ അങ്ങോട്ട് വരാം. ഇങ്ങനെയാണ് വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ജാഗ്വറിൻ്റെ ഫിറ്റിങ്സ് ആണ് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത്. ഓരോരോ ഭാഗത്തും ഇൻഡോർ പ്ലാന്റ്സ് വയ്ക്കാനുള്ള സ്പേസും കിട്ടിയിട്ടുണ്ട്. ഇൻവെർട്ടർ വയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വയ്ക്കാവുന്നതുമാണ്. 1 ടച്ച് പ്രസ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ലോക്ക് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരെ കിച്ചണിലേക്ക് വരികയാണ്. കിച്ചൺ സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചനാണ്. നാനോ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ മാർബിളിൻ്റെ ഡിസൈനാണ് ഇതിന് വന്നിട്ടുള്ളത്. ഇവിടെ ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വന്നിട്ടുണ്ട്, ടാപ്പ് വന്നിട്ടുണ്ട്, ധാരാളം പവർ പോയിന്റുകളെല്ലാം വരുന്നുണ്ട്. കൈ എത്തുന്ന ദൂരത്തെല്ലാം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ കിച്ചണിൽ ഫാൻ വരുന്നുണ്ട്. ഇനി ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ വലിപ്പമുള്ളൊരു ഫ്രിഡ്ജ് നമുക്ക് ഇവിടെ വയ്ക്കാവുന്നതാണ്. ഇനി ഔട്ട് സൈഡിൽ ഇവിടെയായിട്ട് നമുക്ക് വേണമെങ്കിൽ വാഷിംഗ് മെഷീൻ വയ്ക്കാം, ഡിഷ് വാഷർ വയ്ക്കാം. എല്ലാത്തിനും സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിപ്പമുള്ള കിച്ചൺ തന്നെയാണ്. കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത്
സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്. ഇനി കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഡോറ് വന്നിരിക്കുന്നതും സൗത്ത് സൈഡിലേക്ക് തുറക്കാനുള്ള ലെൻസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതും സ്റ്റീലിൻ്റെ ഡോറ് തന്നെയാണ്. ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്നതുമാണ്. അപ്പോൾ കിച്ചൻ്റെ ഈ എൽ ഷേപ്പിലുള്ള സ്ലാബ് മാത്രമല്ല, സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഇവിടെയും സ്ലാബ് കിട്ടുന്നുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസും കിട്ടുന്നുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. ഓവനോ എയർ ഫ്രയറോ ഒക്കെ നമുക്ക് ഇവിടെയും വെക്കാവുന്നതുമാണ്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ടൈല് 4x2 മാറ്റ് ഗ്രിപ്പുള്ള ടൈപ്പ് വുഡിൻ്റെ ഒരു ടെക്സ്റ്റുള്ള ടൈലാണോ എന്നുള്ളത്. അപ്പോൾ നല്ല വലിപ്പമുള്ള കിച്ചണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നെ ഡൈനിലേക്ക് വരികയാണ് തിരിച്ച്. ഇതിൻ്റെ ഫാസ്റ്റ് സീലിംഗിൽ യൂസ് ചെയ്തിരിക്കുന്ന ലൈറ്റുകളെല്ലാം വാം ലൈറ്റാണ്. ക്വാളിറ്റി ഉള്ളൊരു ഫാൻ വരുന്നുണ്ട്. നേരെ നമ്മൾ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ബെഡ്റൂമിൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ്. ഇതാണ് വെസ്റ്റ് സൈഡ്, അത് സൗത്ത് സൈഡാണ്. ഹെഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബെഡിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഭംഗിയായിട്ട് LED ലൈറ്റുകളും ഫാനും ഒക്കെ വരുന്നുണ്ട്. 2 സൈഡിൽ ലാമ്പ് വരുന്നുണ്ട്. ഒരു ഭിത്തി കളർ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സൈഡ് ടേബിൾ വരുന്നുണ്ട്. ഈ കോട്ടിൽ തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസും കിട്ടുന്നുണ്ട്. കബോർഡുകളെല്ലാം നല്ല ക്വാളിറ്റിയുള്ള കബോർഡുകളാണ്. 3 പാർട്ടായിട്ട് ഇവിടെ തുറക്കാവുന്ന രീതിയിൽ കബോർഡുകൾ വന്നിട്ടുണ്ട്. അപ്പം ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നേരെ നമുക്കൊന്ന് ബാത്റൂമിലേക്ക് വരാം. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിളിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ജാഗോൻ്റെ ഫിറ്റിംഗ്സ് ആണ്. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ഡയവേറ്റർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഷാംപൂസും ലിക്വിഡ്സും ഒക്കെ വെക്കാനായിട്ട് സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. എക്സോസ്റ്റും വരുന്നുണ്ട്. താഴെ മേലെ ഒറ്റ ടൈൽ പാറ്റേണാണ് ഉള്ളത്. ക്വാളിറ്റിയുള്ള ഡോറും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പർ ലിവിങ്ങിലേക്ക് കയറുന്ന സ്റ്റെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ക്ലോക്ക് വൈസ് കയറാവുന്ന രീതിയിൽ നല്ല ഭംഗിയുള്ള ടൈൽ പാറ്റേണാണ്. മാറ്റ് ടൈലാണോ എന്നുള്ളത്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. ഒരു കോപ്പർ ഡിസൈനിലുള്ള പെയിൻറ്റുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗം വെസ്റ്റ് സൈഡാണ്. ഓരോ പാളി വീതം ജനലുകളും കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള അപ്പർ ലിവിങ് സ്പേസ് ആണ്. നല്ല ലെങ്തി ആയിട്ടുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഫാൾ സീലിംഗിൽ വാം ലൈറ്റും ഫാനും ഒക്കെ വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആണ് അപ്പർ ലിവിങ് സ്പേസ്. നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ വരാം. താഴത്തെ അതേ പൊസിഷനിൽ തന്നെയാണ്. സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെ സെയിം ഡിസൈനിലുള്ള ടൈല്, സെയിം ഡിസൈനിലുള്ള കോട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് മാത്രം ഒന്ന് മാറിയിട്ടുണ്ട്. ഫാൾ സീലിംഗിൽ ഒരുപാട് ലൈറ്റുകൾ കൊടുത്തിട്ടുള്ള ഫാൻ മാത്രമാണ് വന്നുള്ളത്. സൈഡിൽ ട്യൂബ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള കബോർഡ് വരുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. ഇനി നമ്മൾ നേരെ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരികയാണ്. അപ്പർ ലിവിങ്ങിൽ രണ്ടാമത്തെ ബെഡ്റൂമും വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമുമാണ്. നല്ല വലിപ്പമുള്ള കോട്ടാണ് കിട്ടിയിട്ടുള്ളത്. കിങ് സൈസ് കോട്ട് വന്നിട്ടുണ്ട്. സൈഡ് ടേബിൾ വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഭിത്തി ഭംഗിയായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ലൈറ്റുകളും ഫാനും കബോർഡും ഒക്കെ വരുന്നുണ്ട്. ഈ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്. നമുക്കിനി ഇതിൻ്റെ ബാത്റൂം ഒന്ന് കാണാം. നല്ലൊരു വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, ഡയവേറ്റർ, റെയിൻ ഷവർ, ഹീറ്ററിൻ്റെ പോയിൻ്റ് ഒക്കെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ടൈൽ പാറ്റേൺ, ക്വാളിറ്റി ഉള്ളൊരു ഡോറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കിങ് സൈസ് ബെഡും കാര്യങ്ങളൊക്കെ കിട്ടി. ഇനി നമ്മൾ ഈ വീടിൻ്റെ ഹൈലൈറ്റ്സ് ആയിട്ടുള്ള ഭാഗത്തേക്കാണ് പോകുന്നത്. ബാൽക്കണി. മെയിൻ റോഡിലേക്ക് വ്യൂ ഉള്ള ഒരു ബാൽക്കണിയാണ്. അതും എച്ച് ചെയ്ത ഗ്ലാസ് ആണ് മേലെ കൊടുത്തിട്ടുള്ളത്. ധാരാളം പ്ലാന്റ്സുകളൊക്കെ കൊടുക്കാവുന്നതുമാണ്. ഇത് സ്ക്വയർ ട്യൂബിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഊഞ്ഞാലും മറ്റുമൊക്കെ ഇതിലും ഹാങ് ചെയ്യാവുന്നതാണ്. നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ളൊരു വ്യൂയോട് കൂടിയുള്ള മനോഹരമായുള്ള വീടിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ളൊരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 4 സെൻറ്റിൽ കൂടുതൽ ലാൻഡ് ഏരിയ വരുന്നുണ്ട്. 1900 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്താണ് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. റൂഫ് ചെയ്തിട്ടുണ്ട്. ഇതിന് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് 1,00,00,000 രൂപയാണ്. അത് ചോദിക്കുന്ന റേറ്റാണ്. വില നെഗോഷ്യബിളുമാണ്. മാത്രമല്ല ഇത് വില കോട്ട് ചെയ്തിരിക്കുന്നത് ഓരോ ലാൻഡിൻ്റെ സൈസിനും അതിൻ്റെ സ്ക്വയർ ഫീറ്റിനും അനുസരിച്ചാണ്. പല വീടുകളുടെ പല സ്പെക്കുകളും വ്യത്യാസങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീടുകൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതുപോലുള്ള വ്യത്യസ്തമായുള്ള വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.